പറയുന്ന കാര്യം ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് വളരെ നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മദ്യാസക്തനെ നല്ല മദ്യപാനികള്, ശുദ്ധ മദ്യപാനികള്, മോശം മദ്യപാനികൾ എന്നൊന്നും തരംതിരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം ഇവിടെ ഡോക്ടർ ആവർത്തിക്കുകയാണ്. കാരണം അങ്ങനെയുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ ഈ പുസ്തകത്തിന്റെ ഒക്കെ അപ്പുറത്തുള്ള എന്താ പറയാ ഗ്രന്ഥത്തിന്റെ ഒക്കെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. അത് ഔട്ട് ഓഫ് സബ്ജക്റ്റ് ആണ് നമ്മളതില്. അത് നമ്മൾ തുടർന്നുള്ള മറ്റ് പാരമ്പര്യങ്ങളുടെ രൂപീകരണത്തിന്റെ ഭാഗത്തൊക്കെ നമുക്കറിയാം, മൂന്നാമത്തെ പാരമ്പര്യം മദ്യപാനം നിർത്തണമെന്ന ആഗ്രഹം മാത്രമാണ് എയിൽ ചേരാൻ വേണ്ട ഒരു യോഗ്യത എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെയൊക്കെ പല രീതികളും പല രീതിയിൽ ചർച്ചകളൊക്കെ പിന്നീട് നടന്നിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇദ്ദേഹം തന്ന കത്തിന്റെ കാര്യമാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മളുടെ പടികളും പാരമ്പര്യങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു സ്വയംഭൂവായിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ വന്നതല്ല, പലതിൽ നിന്നും കളക്ട് ചെയ്താണ്. അപ്പൊ ഡോക്ടർ നമ്മളോട് ആമുഖമായിട്ട് പറയുന്നു, മദ്യാസക്തരെ ഒരു തരത്തിലും നമുക്ക് തരംതിരിക്കാൻ കഴിയില്ല, അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, ഈ വൈകാരികമായ സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ട ചിത്തരോഗികൾ, അതായത് വളരെ ഭ്രാന്തമായിട്ടുള്ള, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പോലും അറപ്പുളവാക്കുന്ന, അതല്ലെങ്കിൽ നമ്മളുടെ ചിന്തകൾക്കൊക്കെ അപ്പുറത്തുള്ള പ്രകടനങ്ങൾ കാണിക്കുന്ന ആളുകളും നമ്മുടെ നമ്മളുടെ ഇടയിലുണ്ട്. അപ്പൊ അത്തരം കുടി നിർത്താൻ ഇടയ്ക്കൊക്കെ പരീക്ഷിച്ച് നോക്കുമെങ്കിലും തുടർന്നും അറിയാതെ തന്നെ കുടി തുടർന്നു പോകുന്നവരാണ് ഇവർ അധികം. അപ്പം അവരെയൊക്കെ എന്താ പറയാ, അത്യധികം പശ്ചാത്താപമുള്ള ഇവർ എപ്പോഴും പ്രതിജ്ഞകൾ എടുക്കും, പക്ഷെ ഒരിക്കലും തീരുമാനം എടുക്കില്ല. കാരണം അതൊരു ഇൻസാനിറ്റി, അതീവ ഗുരുതരമായ ഭ്രാന്തിന്റെ അവസ്ഥയിലെത്തിയ ആളുകള് പലപ്പോഴും ചില പ്രതിജ്ഞകളൊക്കെ എടുക്കും. ശരി, ഞാൻ നാളെ മുതൽ കുടിക്കില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്നൊക്കെ പറയും. പക്ഷെ അവർ വീണ്ടും കുടിച്ചു പോകും. കാരണം അതൊരു ബ്രെയിൻ ഡിസീസ് ആണെന്ന്. അപ്പൊ സാധാരണ ഒരു രോഗി, നമ്മുടെ ലോകത്തുള്ള ആളുകൾ തന്നെ, നമ്മൾ തുടർന്ന് മറ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ആള് എത്ര സന്തോഷത്തോടു കൂടിയാണ് അയാൾ പറയുക, ഓ ഇനി ഞാൻ കുടിക്കില്ല, എനിക്ക് ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്, ഇതൊരു വല്ലാത്തൊരു രോഗമാണ് കേട്ടോ എന്നൊക്കെ പറയുകയും കുറച്ച് നാൾ കഴിയുമ്പോൾ നിസ്സാരമായ ഒരു കാര്യത്തിന് അദ്ദേഹം കുടിച്ചുകൊണ്ട് വരുമ്പോൾ കെട്ടുതാലി പണയം വെച്ച് ചികിത്സയ്ക്ക് പോയ ഭാര്യയും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളൊക്കെ മൂക്കത്ത് വിരൽ വെച്ചിട്ട് ചിന്തിക്കാറുണ്ട്, ഇത് എന്തൊരു രോഗമാണ് ഈശ്വരാന്ന്. അപ്പൊ അത്രയ്ക്കും മതിഭ്രമം ബാധിച്ച ഭ്രാന്ത് പോലെ ആവുന്ന ഒട്ടനവധി അനുഭവങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു കാര്യം പറയുകയാണ്. അപ്പൊ തനിക്ക് മദ്യം കുടിക്കാൻ പാടില്ലെന്ന് സമ്മതിക്കാൻ എന്താ പറയാ, ഇഷ്ടപ്പെടാത്തവരുണ്ട്. അത് നമ്മളാരും മദ്യപാനികളാണെന്ന് നമ്മളാരും സമ്മതിക്കൊന്നുമില്ല. അതുപോലെ പല രീതിയിൽ നമ്മളുടെ ബിഗ് ബുക്ക് തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർ തന്നെ വെച്ചത് എന്തുകൊണ്ടാണ്, ഈ പ്രത്യേകിച്ച് ഈ ഒന്നാം പടിക്ക് മുമ്പ് ആളുകളെ കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, എല്ലാ സംശയങ്ങളെയും ദൂരീകരിക്കാൻ വേണ്ടി മദ്യാസക്തന്റെ സൂത്രശാലിയായ ആ ചിന്തകളെ അയാൾക്കും മറികടക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള ചിന്തകൾ ബിൽഡബ്ല്യു ഇത്രയും വിശാലമായിട്ട് അത് എഴുതപ്പെട്ടത്. അപ്പം പല രീതിയിൽ കുടി ആസൂത്രണം ചെയ്യുന്ന ആളുകൾ രാവിലെ നിർത്തി നോക്കി, ശനി ഞായറാക്കി നോക്കി, രാത്രി മാത്രമാക്കി നോക്കി, ബിയർ മാത്രമാക്കി നോക്കി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയുള്ള ഇതൊക്കെ ചെയ്തു. പക്ഷെ മദ്യത്തിന്റെ ഈ കുടിക്കുന്ന ഇതൊക്കെ ഒന്നും തന്നെ ഇതിനു ശേഷവും അപകടം കൂടാതെ കുടിക്കാമെന്ന് വിശ്വസിക്കുന്നവരും നമ്മളുടെ ഇടയിലുണ്ട്. കുറച്ച് നേരമൊക്കെ വന്നതിന് ശേഷം വീണ്ടും ആ കബളിപ്പിക്കപ്പെടുന്നവര്. അപ്പം ഇത്തരം ആളുകൾക്ക് മനസ്സിലാകാത്ത വിധത്തിലുള്ള വിഷാദ രോഗികളായ ചില മദ്യപരും നമ്മളുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ എഴുതാൻ പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി 1, 2, 3 അധ്യായം കൊണ്ട് ബിൽഡബ്ല്യു തീർത്ത പോലെ നമുക്ക് നവാഗതനെ എടുത്ത് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ അതിനൊരു അധ്യായം തന്നെ എഴുതാം എന്നാണ് സിൽവർത്ത് നമ്മളോട് പറയുന്നത്. പിന്നെ മദ്യപാനം കൊണ്ടുണ്ടാവുന്ന പ്രതികരണങ്ങളുടെ കാര്യത്തിൽ ഒഴികെ ബാക്കി എല്ലാ വിധത്തിലും സാധാരണ നില പുലർത്തുന്ന ചിലരുണ്ട്. അവർ പൊതുവെ കഴിവുള്ളവരും ബുദ്ധിശാലികളും സ്നേഹമുള്ളവരുമായിരിക്കും. അപ്പം വളരെ നമ്മളെ ഇടയിൽ എത്രയൊക്കെ അടി തട്ടാത്ത ആളുകളുണ്ട്. വലിയ ഇപ്പം കാറും ബംഗ്ലാവും വീടും ജോലിയും സാമ്പത്തികം ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ആളുകൾ ആൽക്കഹോളിക് അനോണിമസിൽ വരുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കാരണം അവർക്ക് എല്ലാവരും കൈവിറയ്ക്കുന്നവരോ അല്ലെങ്കിൽ ലിവർ പോയവരൊന്നും അല്ല. മദ്യപാനം ഒരു പ്രശ്നമായിട്ട് തോന്നുന്ന ആർക്കും നമ്മളെ കൂട്ടായ്മയിൽ വരികയും പല ആളുകളും അത്ഭുതകരമായിട്ട് ഈ ലളിതമായ പരിപാടിയുമായി ഇഴകിച്ചേരുന്നതൊക്കെ നമ്മൾ സർവ്വസാധാരണമായിട്ട് കാണാറുണ്ട്. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളും നമ്മളുടെ ഇടയിൽ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. അവർ പൊതുവെ ബുദ്ധിയുള്ളവരും
സ്നേഹമുള്ളവരൊക്കെ ആയിരിക്കും എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ ജനറൽ ആയിട്ടൊരു ഇൻഫർമേഷൻ പറയുകയാണ്. അപ്പം ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു പൊതുവായ ഒരു ലക്ഷണം ഇത്തരം ആളുകളിലൊക്കെ പൊതുവായിട്ട് നമുക്ക് കാണാൻ പറ്റും. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ആർത്തി എന്ന ഒരു പ്രതിഭാസം ഇല്ലാതെ അവർക്ക് കുടി തുടങ്ങാൻ സാധ്യമല്ല. കാരണം വാരി കുടിക്കും. ഒരു ഗ്ലാസ്സിലൊക്കെ പെഗ്ഗൊക്കെ കഴിച്ച് ഐസ് ക്യൂബ് ഒക്കെ ഇട്ട് ഓൺ ദ റോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുക എന്നല്ലാതെ അത് വേഗം വായിലൊന്നായിട്ട് കമഴ്ത്തിയിട്ട് അവിടെ വെച്ചിട്ട് എന്നാ ശരി ഇനി അടുത്ത കാര്യം പറയുമെന്ന് പറഞ്ഞിട്ട് ശ്രദ്ധ മുഴുവൻ ഇതിനകത്തായിരിക്കും. അപ്പൊ ഒരു ആർത്തി എന്നുള്ള പ്രതിഭാസം ഇല്ല. അപ്പം ശാരീരികമായ അലർജിയുടെ രൂപത്തിലുള്ളതാകാം. ഇതാകട്ടെ ഇവരെ തരംതിരിച്ചൊരു പ്രത്യേക തരം സൃഷ്ടികളായി മാറ്റി നിർത്തുന്നു. നമ്മളെ സമൂഹത്തിലും മദ്യപാനികളുടെ ഇടയിലൊക്കെ ഒരു ഒരു പ്രത്യേക വിഭാഗമായിട്ട് നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് പോകുന്നത് ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ കൊണ്ടാണ്. അപ്പം ഈ ഒരു ആർത്തിയെ എന്താ പറയാ ഒരു തരത്തിലുള്ള ചികിത്സകൾ കൊണ്ടും നമുക്ക് മാറ്റാൻ കഴിയും എന്ന് ഇതുവരെ സാധിച്ചിട്ടില്ല. നമ്മൾ പല ഡോക്ടറിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മള് പല രീതിയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതിനെയൊന്നും നമുക്കൊരു മരുന്ന് കൊണ്ട് ആർത്തിയെ മാറ്റാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ പരിമിതികൾ എപ്പോഴും ആ ഒരു ശാരീരികമായ ചികിത്സ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഡോക്ടർ തന്നെ പറഞ്ഞല്ലോ നമ്മുടെ അടുത്ത് കഴിഞ്ഞ ദിവസം. അപ്പം അയാളെ ഒരു ധാർമ്മിക മനഃശാസ്ത്രം അല്ലെങ്കിൽ ആത്മീയപരമായ മാർഗത്തിലൂടെ കീഴ്പ്പെടുത്തുന്ന ഒരു രോഗവുമായിട്ടാണ് നമ്മൾ ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നമുക്ക് വൺ ഡേ അറ്റ് എ ടൈം 24 അവേഴ്സ് പ്രോഗ്രാമിലൂടെ നമുക്ക് അറസ്റ്റ് ചെയ്ത് നിർത്താനേ പറ്റുള്ളൂ. നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മളോട് ഈ പ്രോഗ്രാം പറയുന്നു. അപ്പൊ പൂർണ്ണമായും കുടിയിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ള ഏക പരിഹാരം. ഇവിടെ പൂർണ്ണമായിട്ട് മദ്യത്തിൽ മാറി നിൽക്കുക എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഇനി ജീവിതത്തിൽ കഴിക്കുന്ന ദൃഢപ്രതിജ്ഞ എടുക്കാനല്ല. നമുക്ക് എപ്പോഴെങ്കിലും എന്താ പറയാ എങ്ങനെയെങ്കിലും ഒരു സാധാരണ മദ്യപാനിയെ പോലെ നിയന്ത്രിച്ച് കുടിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ തിരികെ വരുമെന്നുള്ള ചിന്തയെ നമ്മൾ പരിപൂർണമായിട്ട് തകർത്തെറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ഈ അഭിപ്രായം നമ്മെ തിളച്ചു മറിയുന്ന വാദകോലാഹലങ്ങളുടെ തലത്തിലേക്ക് പെട്ടെന്ന് പോയി. കാരണം എന്താ? അയ്യോ ഇനി ഒരിക്കലും എനിക്ക് കുടിക്കാൻ പറ്റൂല. എന്തൊരു കഷ്ടാണ്. ഈശ്വര ഇല്ലത്തിന് ഇറങ്ങുകയും ചെയ്തു. അമ്മാടത്തിട്ട് എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു നിരാശ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വല്ലാത്ത റിസെന്റ്മെന്റ് ഒക്കെ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മദ്യപാനികൾക്ക്. അപ്പം ഈ അഭിപ്രായത്തെ ഒരുപാട് ആളുകൾ അനുകൂലിക്കുകയും എതിർക്കുകയൊക്കെ ചെയ്തിട്ടുമുണ്ട് ഇങ്ങനെ പറയുന്ന അഭിപ്രായത്തിനെ. അപ്പൊ അതൊന്നും എന്നാൽ ഡോക്ടർമാരായ ഞങ്ങൾക്കിടയിലെ പൊതുവായ അഭിപ്രായം ചിരകാല മദ്യപാന രോഗി നാശത്തിലെത്തുമെന്ന് തന്നെയാണ്. കാരണം ആരൊക്കെ എന്തൊക്കെ പറയട്ടെ, പക്ഷെ ഈ ഒരു കാര്യത്തിൽ അല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെ അയാൾക്ക് സുബോധ ജീവിതം നിലനിർത്താൻ കഴിയില്ല എന്നാണ്. ഇതിന് പരിഹാരം എന്താണ്? എന്റെ തന്നെ അനുഭവത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇതിന് നല്ലൊരു ഉത്തരം നൽകാൻ ഒരു പക്ഷെ കഴിഞ്ഞേക്കും. ഈ അനുഭവത്തിന് ഏകദേശം 1 വർഷം മുമ്പ് പഴക്കം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഇതിലേക്ക് കടക്കുകയാണ്. അപ്പം ഏതായാലും അടുത്ത ഇതൊന്ന് വായിക്കൂ ആരെങ്കിലും. അടുത്ത ആള് വായിക്കുന്ന ആരാ? ജോബേട്ട വായിക്കൂ. പഴക്കം ചെന്ന ഒരു മദ്യപാന രോഗിയെ ചികിത്സയ്ക്ക് കൊണ്ടുവന്നു എന്നുള്ള 1 വർഷം മുമ്പ് 25 പേജ് റോമൻ ലെറ്ററിൽ. ഞാൻ വായിക്കാം. ഈ അനുഭവത്തിന് ഏകദേശം 1 വർഷം മുമ്പ് പഴക്കം ചെന്ന ഒരു മദ്യപാന രോഗിയെ ചികിത്സയ്ക്കായി കൊണ്ടുവന്നു. ഉടലിലെ രക്തസ്രവത്തിൽ നിന്ന് കുറെ ഭേദം കണ്ടു തുടങ്ങിയ ഇയാൾ രോഗം മൂലം മാനസിക നില തകർന്ന നിലയിലുള്ള ഒരാളായിരുന്നു. ജീവിതത്തിൽ വിലമതിക്കാനാവുന്നതെല്ലാം നഷ്ടപ്പെട്ട ഇയാൾ സാധാരണ പറയാറുള്ളത് പോലെ കുടിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുകയായിരുന്നു. അയാളുടെ കാര്യത്തിൽ പ്രത്യാശയ്ക്ക് വഴിയില്ലെന്ന് അയാൾ തന്നെ വിശ്വസിക്കുകയും തുറന്നു സമ്മതിക്കുകയും ചെയ്തു. അയാളുടെ ശരീരത്തിൽ നിന്ന് മദ്യത്തിന്റെ അംശം വേർപെടുത്തി കഴിഞ്ഞപ്പോൾ അയാളുടെ തലച്ചോറിന് സ്ഥായിയായ തകരാറൊന്നുമില്ലെന്ന് കണ്ടു. ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പരിപാടി അയാൾ സ്വീകരിച്ചു. 1 വർഷത്തിനു ശേഷം അയാൾ എന്നെ കാണാൻ വന്നപ്പോൾ എനിക്കൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു അത്. ഈ മനുഷ്യനെ പേരുകൊണ്ട് എനിക്ക് അറിയാമായിരുന്നു. അയാളുടെ ചില പെരുമാറ്റ രീതികളും എനിക്ക് തിരിച്ചറിയാമായിരുന്നു. അത്രമാത്രം വിറച്ചും വേവലാതിപ്പെട്ടും നാഡീവ്യൂഹങ്ങൾ തകർന്നുമുള്ള ഒരവസ്ഥയിൽ നിന്നും സ്വാശ്രയശീലവും ദയാശീലവും ആൻശീലനുമായ ഒരാൾ ഉയർന്നു വന്നിരിക്കുന്നു. അയാളോട് ഞാൻ കുറച്ചു നേരം സംസാരിച്ചു. പക്ഷെ നേരത്തെ കണ്ടിരുന്ന തരത്തിലുള്ള ആളാണ് അയാളെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ എനിക്ക് തികച്ചും അപരിചിതനെ പോലെ തോന്നി. അങ്ങനെ അയാൾ യാത്ര പറഞ്ഞു പോയി. മദ്യപാനത്തിലേക്ക് തിരിച്ചു പോകാതെ വളരെ കാലം അയാൾ ജീവിച്ചു. എനിക്ക് മാനസികമായ ഉന്മേഷം വരുത്തണമെന്ന് തോന്നുമ്പോഴൊക്കെ ന്യൂയോർക്കിലെ പ്രശസ്തനായ ഒരു ഡോക്ടർ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ച ഒരാളുടെ കാര്യം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്.
ഈ രോഗി സ്വന്തമായി തന്നെ തന്റെ രോഗനിർണയം നടത്തിയിട്ടുണ്ടായിരുന്നു. തന്റെ കാര്യം പ്രതീക്ഷയറ്റതാണെന്നറിഞ്ഞ ഇയാൾ മരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ആളൊഴിഞ്ഞ ഒരു വൈക്കോൽ പുരയിൽ ഒളിച്ചിരുന്നു. ഇയാളെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ചവർ ഒടുവിൽ അയാളെ കണ്ടുപിടിച്ച് വളരെ വഷളായ സ്ഥിതിയിൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ശാരീരികമായ ശുശ്രൂഷകൾക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത ഇയാൾ തുടർന്ന് എന്നോട് സംസാരിച്ചു. ആ സംഭാഷണത്തിനിടയിൽ അയാൾ ഒരു കാര്യം തുറന്നു പറഞ്ഞു. ആരും നാളിതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിൽ ഭാവിയിൽ കുടിക്കുന്നതിനുള്ള തോന്നലിൽ നിന്ന് വിട്ടുനിൽക്കാനാവാത്ത മനഃശക്തി അയാൾക്ക് നൽകാമെന്ന് ഉറപ്പു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ചികിത്സ വൃഥാ ശ്രമമായിരിക്കുമെന്ന് അയാൾ കരുതുന്നതായി എന്നോട് പറഞ്ഞു. ഓക്കെ ഷൈജു. അപ്പൊ നമ്മൾ 25-ാമത്തെ പേജില് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അതായത് ഒരു വർഷം മുമ്പ് പഴക്കം ചെന്ന ഒരു മദ്യപാന രോഗിയെ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുവന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവിടേക്ക് ഏകദേശം ഒരു വർഷം മുമ്പ് പഴക്കം ചെന്ന ഒരു മദ്യപാന രോഗിയെ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുവന്ന കാര്യം. അപ്പം അത് അദ്ദേഹത്തിന് അതീവ പ്രോബ്ലം ഉള്ള ആളായിരുന്നു ആ പേഷ്യന്റ്, അല്ലെങ്കിൽ ആ ഒരു മദ്യാസക്തൻ. അതായത് കുടലിലൊക്കെ രക്തസ്രാവം വന്ന് കുറെ ഭേദം കണ്ടു തുടങ്ങിയ ഇയാള് എന്താ പറയാ, രോഗം മൂലം എല്ലാ അർത്ഥത്തിലും തകർന്നു തരിപ്പണമായ ആളായിരുന്നു എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. അപ്പം ഇതിൽ ഉദ്ദേശിക്കുന്ന എന്താ വെച്ചാല് അത്രയ്ക്കും വളരെ മോശപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു മദ്യാസക്തൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചികിത്സയ്ക്ക് വന്നു. അപ്പം ജീവിതത്തില് വിലമതിക്കുന്ന എല്ലാം നഷ്ടപ്പെട്ട ഇയാള് സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ കുടിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആളായിരുന്നു എന്നുള്ളതാണ്. അപ്പം അയാളുടെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും എന്താ പറയാ ഒരു ഹോപ്പില്ല എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അയാൾ തന്നെ അത് തുറന്ന് വിശ്വസിക്കുകയൊക്കെ സമ്മതിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അയാളുടെ ശരീരത്തിൽ നിന്ന് ആ ഡീടോക്സ് അല്ലെങ്കിൽ മദ്യത്തിന്റെ അംശം വേർപെടുത്തി കഴിഞ്ഞപ്പോൾ ഈ നമ്മളുടെ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഈ പ്രോഗ്രാം അയാളുടെ മുമ്പിലേക്ക് നീട്ടുകയും അയാൾ എന്താ പറയാ വളരെ പെട്ടെന്ന് തന്നെ അത് അയാൾ സ്വീകരിക്കുകയും ഒരു വർഷത്തിന് ശേഷം അയാളെ കാണാൻ വന്നപ്പം അയാൾക്കൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു ഡോക്ടർക്ക് എന്നാണ് ഡോക്ടർ പറയുന്നത്. കാരണം എന്താ വെച്ചാല് ഈ ഈ മനുഷ്യനെ പേരുകൊണ്ട് മാത്രമേ എനിക്ക് അറിയാമായിരുന്നുള്ളൂ. കാരണം കാഴ്ചയില് അയാളുടെ ചില പെരുമാറ്റ രീതികളൊക്കെ അറിയാമെങ്കിലും അത്രമാത്രം വിറച്ചും വേവലാതിപ്പെട്ട് നാഡീവ്യൂഹങ്ങളൊക്കെ തകർന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അയാള് ഒരു നല്ല ഒരു ദയാശീലനും സ്നേഹമുള്ളവനൊക്കെ ആയിട്ടുള്ള ഒരു ആളായിട്ട് ഉയർന്നു വന്ന കാര്യം ഡോക്ടർ വിശദീകരിക്കുകയാണ്. അതിന്റെ ഈ ഒരു വിശദീകരണം ഒരു നവാഗതൻ വായിക്കുന്ന ആ ഒരു ടോണിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആവേശം തോന്നുന്ന കാര്യമാണ്. ശരി, ഇത്രയും ഗംഭീരമായൊരു പ്രോഗ്രാം എല്ലാ അർത്ഥത്തിലും പരിപൂർണമായിട്ട് പരാജയപ്പെട്ട ഒരു മനുഷ്യൻ ചികിത്സയ്ക്ക് വരികയും അയാൾ ഈ ഒരു പ്രോഗ്രാമിനെ യഥാവിധി വളരെ വേഗത്തിലും അയാൾ ഇരുകൈ നീട്ടി സ്വീകരിച്ച് അത് ജീവിതത്തിൽ നടപ്പിൽ വരുത്താൻ ശ്രമിച്ച ഒരാള് ഒരു വർഷത്തിന് ശേഷം അയാളെ പേരുകൊണ്ടും ചില ചലനം കൊണ്ടും മാത്രം അറിയാവുന്ന ഒരാളല്ലാതെ ബാക്കി മുഴുവൻ സമൂലമായിട്ടുള്ള ഒരു മാറ്റിമറിയലിന് അയാൾ വിധേയമായി എന്നുള്ളത് ഡോക്ടർ വളരെ ആധികാരികമായിട്ട് നമ്മൾ ഇവിടെ പ്രസ്താവിക്കുകയാണ്. അപ്പം പക്ഷെ നേരത്തെ കണ്ടിരുന്ന തരത്തിലുള്ള ആളാണെന്ന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പം അയാള് എന്താണ് ആ ഒരു വളരെ കാലം അയാൾ മദ്യപിക്കാതെ ജീവിച്ചു എന്നൊക്കെയാണ് അയാളുടെ ഒരു വ്യക്തിപരമായ കഥയിലൂടെ നമ്മളോട് പറയുന്നത്. അപ്പം ഇതൊക്കെ വലിയൊരു പോസിറ്റീവ് ഫാക്ടറാണ്. പിന്നെ ഈ ഡോക്ടർ പറയുന്ന മറ്റൊരു കഥ, ഇയാൾക്ക് മാനസികമായിട്ട് ഇപ്പൊ ഡോക്ടർമാരാണെങ്കിലും അവർക്കും മാനസികമായ സ്ട്രെസ്സുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ഇദ്ദേഹം ന്യൂയോർക്കിലെ ഒരു പ്രശസ്തനായ ഒരു ഡോക്ടർ ഇയാളുടെ അടുത്തേക്ക് പറഞ്ഞയച്ച ഒരാളുടെ കാര്യം ഇയാൾ പലപ്പോഴും ഓർക്കാറുണ്ട്. കാരണം വെച്ചാൽ ആ രോഗിക്ക് സ്വന്തമായി തന്നെ തന്റെ രോഗനിർണയം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം പ്രതീക്ഷ അറ്റതാണെന്ന് അറിഞ്ഞ ഇയാൾ മരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ആളൊഴിഞ്ഞ ഒരു വൈക്കോൽ കൂനന്റെ മുകളിൽ ഒളിച്ചിരുന്നു. അങ്ങനെ ഇയാളെ രക്ഷിക്കാൻ പോയി ഒടുവിൽ അയാളെ കണ്ടുപിടിച്ച് വളരെ വഷളായ സ്ഥിതിയിൽ ഈ സിൽക്ക് ബർത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന കഥ അയാൾ ഓർക്കാറുണ്ട്. കാരണം ശാരീരികമായ ശുശ്രൂഷ ട്രീറ്റ്മെന്റിനൊക്കെ ശേഷം ആരോഗ്യം വീണ്ടെടുത്ത് ഇയാൾ തുടർന്ന് സംസാരിച്ചു. ആ സംഭാഷണത്തിൽ അയാൾ ഒരു കാര്യം തുറന്നു പറഞ്ഞു. ആരും നാളിതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിൽ ഭാവിയിൽ കുടിക്കുന്നതിനുള്ള തോന്നലിൽ നിന്ന് വിട്ടുനിൽക്കാനാകുന്ന മനഃശക്തി അയാൾക്ക് നൽകാമെന്ന് ഉറപ്പു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്റെ ചികിത്സ ഒരു ശ്രമമായിരിക്കുമെന്ന് അയാൾ കരുതുന്നതായിട്ട് എന്നോട് പറഞ്ഞു. അപ്പൊ അത് ഭയങ്കര സംഭവം തന്നെയാണ്. ഡോക്ടർ, ഇനി എന്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലേ എന്ന്
ഈ റോളണ്ട് എച്ചും അതേമാതിരി ബിൽ ഡബ്ല്യുവിന്റെ ഭാര്യ ലൂയിസൊക്കെ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാൾ യൂങ് ആയിക്കോട്ടെ, ഡോക്ടർ സിൽക്വർത്ത് ആയിക്കോട്ടെ, അവർക്ക് പ്രതീക്ഷയോടുകൂടി ശരി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കോൺഫിഡന്റ് കൊടുക്കുന്ന രീതിയിലേക്ക് മാറാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു മദ്യാസക്തന്റെ ഒരു പ്രതീക്ഷകളുടെ കാര്യങ്ങൾക്കൊക്കെ വിരാമമായി പോകും എന്ന് ഡോക്ടർ അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്താവിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ തോന്നലിൽ നിന്ന് വിട്ടുനിൽക്കാനാവുന്ന ഒരു മനഃശക്തി അയാൾക്ക് നൽകാൻ ഉറപ്പ് നൽകുന്ന ഒരു ഉറപ്പ് കൊടുക്കാൻ ഒരു ഡോക്ടർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലാതെ ഡോക്ടർ പറയണ നിങ്ങള് നോക്ക് ചികിത്സിക്കാനെ ഞാൻ ചികിത്സിക്കാം, നിങ്ങൾ കുടിക്കാതിരിക്കുക എന്നൊക്കെ ഉള്ള നിങ്ങൾ തന്നെ തീരുമാനിക്കണം എന്നുള്ളതല്ല. അത്രയും വാലിഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണമെന്ന് സിൽക്വർത്ത് പറയുകയാണ്. ഇനിയിപ്പോ അടുത്ത ഭാഗം കൂടി നമ്മൾ നോക്കിയിട്ട് നമുക്ക് തീർക്കാം. ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വരും പ്ലീസ്. 26-ാമത്തെ പേജിൽ ഇയാളുടെ മദ്യപാനാസക്തി എന്ന് പറഞ്ഞ ഭാഗം പ്ലീസ്. ഇയാളുടെ മദ്യപാനാസക്തി വളരെ സങ്കീർണവും അയാളുടെ വിഷാദം വളരെ വലുതുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അക്കാലത്ത് ധാർമ്മിക മനഃശാസ്ത്രം എന്ന് വിളിച്ചിരുന്ന മാർഗമായിരിക്കും അയാൾക്ക് പ്രത്യാശയ്ക്കുള്ള ഏകകാര്യം എന്ന് ഞങ്ങൾ കരുതി. അതുപോലും ഏതെങ്കിലും തരത്തിൽ ഫലപ്രദമായിരിക്കുമോ എന്ന കാര്യത്തിൽ ഞങ്ങൾ സംശയമുള്ളവരായിരുന്നു. എന്തായാലും ഈ ഗ്രന്ഥത്തിലെ ആശയങ്ങൾ ഇയാളെ അടുത്ത് കഴിയുന്നു. ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇല്ല ഉണ്ണി. അപ്പൊ അടുത്തൊരാള് എന്തായാലും ഈ ഗ്രന്ഥത്തിലെ ആശയങ്ങൾ ഇയാളെ സ്വാധീനിച്ചു. നിരവധി വർഷങ്ങളോളം അയാൾ കുടിക്കാതിരുന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ അയാളെ കാണാറുണ്ട്. ആരും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു നല്ല മനുഷ്യകുലത്തിലാണ് അയാൾ. ഉടനീളം ഈ പുസ്തകം വായിക്കണമെന്ന് ഓരോ അമിത മദ്യപാന രോഗിയോടും വിനീതമായി ഞാൻ ഉപദേശിക്കുന്നു. അയാൾ ഒരുപക്ഷെ അവഹസിച്ചേക്കാമെങ്കിൽ പോലും പ്രാർത്ഥിക്കാനായിട്ടെങ്കിലും അയാൾ അവശേഷിച്ചേക്കാം. വില്യം ഡി സിൽക്വർത്ത് MD. ഏതായാലും വില്യം ഡി സിൽക്വർത്ത് MD ഒപ്പിട്ട ഒരു ഭാഗം നമ്മൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പം ഇയാളുടെ മദ്യപാനാസക്തി വളരെ സങ്കീർണവും അയാളുടെ വിഷാദം വളരെ വലുതുമായിരുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ ഈ ഒരു ഡോക്ടറെ പറഞ്ഞ ചികിത്സയ്ക്ക് അയച്ച അയാളെ കുറിച്ച് ഓർക്കാറുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ കുറച്ചൊരു തുടർന്നുള്ള കണ്ടിന്യൂഷനാണ് പറയുന്നത്. അപ്പൊ ഇയാളുടെ മദ്യപാനാസക്തി വളരെ സങ്കീർണവും അയാളുടെ വിഷാദം വളരെ വലുതുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അക്കാലത്ത് ധാർമ്മിക മനഃശാസ്ത്രം എന്ന് വിളിച്ചിരുന്ന മാർഗമായിരിക്കും അയാൾക്ക് പ്രത്യാശയ്ക്കുള്ള ഏക കാര്യം എന്ന് ഞങ്ങൾ കരുതി. അതുപോലും എന്തെങ്കിലും തരത്തിൽ ഫലപ്രദമായിരിക്കുമോ എന്ന കാര്യത്തിൽ ഞങ്ങൾ സംശയമുള്ളവരായിരുന്നു. കാരണം ഇത് പറയുന്നത് അത്രയും മോശപ്പെട്ട ഒരു പശ്ചാത്തലമുള്ള ഒരാളുടെ ഒരു കാര്യമാണ്. കാരണം മരിക്കണം എന്ന് ആത്മഹത്യക്ക് ശ്രമിക്കുകയും വൈക്കോൽ കോണയ്ക്കുള്ളിൽ ഒളിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ ഒരു കക്ഷിയുടെ കാര്യമാണ് വിവരിക്കുന്നത്. അപ്പം അത്രയ്ക്കും മോശപ്പെട്ട ആള്. അപ്പൊ അയാൾക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു മറുപടി അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ചികിത്സ കൊണ്ട് ഒരു കാര്യവും ഉണ്ടാവില്ല എന്ന് അവര് വിശ്വസിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരാൾക്ക് ഒരു ധാർമ്മിക മനഃശാസ്ത്രം എന്ന് വിളിക്കുന്ന മാർഗമായിരിക്കും അയാൾക്ക് ഒരു പ്രത്യാശയ്ക്ക് വക എന്നുള്ളത് ഡോക്ടർ സിൽക്വർത്ത് പറയണം. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ ഇന്ന് പിന്തുടരുന്ന ഒരു മാർഗം. ധാർമ്മികമായ ഒരു മനഃശാസ്ത്രത്തിന്റെ ഒരു രീതി, ആത്മീയമായ മാർഗം എന്നൊക്കെ പറയുന്നത് അതിന്റെ അർത്ഥത്തിലാണ് എന്ന് നമുക്ക് ഉൾക്കൊള്ളാം. അപ്പൊ എന്തായാലും ഈ ഗ്രന്ഥത്തിലെ ആശയങ്ങൾ ഇയാളെ സ്വാധീനിച്ചു. അതൊരു വലിയ കാര്യമാണ്. അപ്പൊ അത് റോളണ്ട് എച്ചിനും സ്വാധീനിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം എന്തായാലും ആ പരീക്ഷണം അവിടെ വിജയകരമായി. അതുകൊണ്ടാണ് ഡോക്ടർ ഇവിടെ വളരെ ആധികാരികമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പോട് കൂടി ഇവിടെ രേഖപ്പെടുത്താനും തയ്യാറായത്. അപ്പം ഈ ഗ്രന്ഥത്തിലെ ആശയങ്ങൾ ഇയാളെ സ്വാധീനിച്ചു. നിരവധി വർഷങ്ങളോളം അയാൾ കുടിക്കാതിരുന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ അയാളെ കാണാറുണ്ട്. ആരും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു നല്ല മനുഷ്യകോലത്തിലാണ് അയാൾ. കാരണം അതുപോലെ എത്രയോ ആളുകളെ നമ്മളിപ്പോ ഇവിടെ സുരക്ഷയിൽ സത്യാൻ ഡോക്ടറെ അടുത്തൊക്കെ വരുന്ന അനുഭവം വെച്ചിട്ട്
ഒരിക്കലും ആദ്യം വന്ന അപ്പോ അത് നമ്മുടെ സത്യാൻ ഡോക്ടറൊക്കെ പലപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ വരുമ്പോ അയാളുടെ ഒരു ഫോട്ടോ കൊണ്ട് എടുത്തു വെക്കാനും അത് കഴിഞ്ഞ് അയാളുടെ ബർത്ത്ഡേ ഒക്കെ ആകുമ്പോ ഹലോ കേൾക്കുന്നുണ്ടോ? കോള് വന്നിട്ട് ഒന്ന് വെറുതെ നമ്മളുടെ സുഹൃത്ത് വിളിക്കാം. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയണം. അപ്പൊ ഏതായാലും ആ ആശയങ്ങളൊക്കെ അദ്ദേഹത്തെ വളരെ എളുപ്പത്തിൽ സ്വാധീനിക്കുകയും ഇടയ്ക്കൊക്കെ അയാളെ കാണാറുണ്ടെന്ന് പറയണം. അപ്പം പിന്നെ പറയുന്ന ഒരു പാരഗ്രാഫ്, അതായത് ഉടനീളം ഈ ഒരു പുസ്തകം വായിക്കണമെന്ന് ഓരോ അമിത മദ്യപാനി രോഗിയോടും വിനീതമായിട്ട് ഞാൻ ഉപദേശിക്കുന്നു. അയാൾ ഒരുപക്ഷെ അപഹസിച്ചേക്കാമെങ്കിൽ പോലും പ്രാർത്ഥിക്കാനായിട്ടെങ്കിലും അയാൾ അവശേഷിച്ചേക്കാം. ഇത് നോക്കണം നമ്മളുടെ ആൽക്കഹോളിക് അനോണിമസിന്റെ എന്താ പറയാ ഒരു അംഗമല്ല. പറയുമ്പോൾ നമ്മളുടെ ഒരു ഡോക്ടർ നമ്മൾക്ക് വേണ്ടി ലോകത്തിൽ ഈ 1935 അല്ലെങ്കിൽ 38 കാലത്ത് ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ആദ്യം പറഞ്ഞ പോലെ നിരവധി രോഗികളെ പരിശോധിച്ചതിന്റെ പിൻബലത്തിൽ അദ്ദേഹം നമ്മളെ മനുഷ്യസ്നേഹികളുടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി അദ്ദേഹം പറയുകയാണ്, ഉടനീളം ഈ ഒരു പുസ്തകം വായിക്കണമെന്ന് ഓരോ അമിത മദ്യപാന രോഗികളോടും അദ്ദേഹം വിനീതമായിട്ട് അദ്ദേഹം ഉപദേശിക്കുകയാണ്. അതായത് ഒരു ഡോക്ടർ ഇത്രമാത്രം എന്തിന് ആഴത്തിൽ നമ്മളോടൊക്കെ പറയുന്നു എന്നുള്ളത് നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ തന്നെ മീറ്റിങ്ങിൽ എത്രയോ ആളുകൾ പരസ്പരം പറഞ്ഞിട്ട് ആരെങ്കിലും ഒരു പുസ്തകം ഇത്രയൊക്കെ അനുഭവം ഉണ്ടായിട്ട് പോലും ഒന്ന് മറച്ചു നോക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പലപ്പോഴും ഇല്ല എന്നുള്ള ഉത്തരമാണ് നമുക്കൊക്കെ കിട്ടിയത്. അപ്പൊ ഏതായാലും ഈ ഡോക്ടർ ഒരു മരുന്നിനെങ്കിലും ഒരുപക്ഷെ അപകസിച്ചേക്കാമെങ്കിൽ പോലും പ്രാർത്ഥിക്കാനായിട്ടെങ്കിലും അയാൾ അവശേഷിക്കും എന്ന് ഡോക്ടർ അദ്ദേഹത്തിന്റെ ഒപ്പീനിയനിൽ പറയുകയാണ്. അപ്പൊ ഒരു സമഗ്രമായ ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ ആണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത്. ഈ പുസ്തകത്തിൽ ഇത് വളരെ വാല്യബിൾ ആണ്. അത് തുടർന്നുള്ള വായനയ്ക്ക് ഇത് ഒരുപാട് മുതൽക്കൂട്ടാണ്. ഈ ഒരു പുസ്തകത്തിന് ലോകവ്യാപകമായ ഒരു പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു ഭാഗം വളരെ വിലമതിക്കുന്നതാണ്. ഡോക്ടർ ചുമ്മാ പറയുന്നതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ 10,000-50,000 ആളുകളെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ അത് പറയുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ ശില്പത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്കത് മുമ്പോട്ടുള്ള നമ്മളുടെ ചരിത്രത്തിനും നമ്മുടെ ഫെലോഷിപ്പിന്റെ നിലനിൽപ്പിനും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാലഘട്ടത്തിലൊക്കെ ഇത് ഒരു വിസ്മരിക്കാൻ പറ്റാത്ത ഒരു ഇൻഫോർമേഷൻ ആയിട്ട് നിലനിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഡോക്ടർ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ആധികാരികമായിട്ട് നമ്മൾ മുൻപോട്ട് ഫോളോ ചെയ്യാൻ പോകുന്നത്. ബിൽഡബ്ല്യു അതിനെ വളരെ ഭംഗിയായിട്ട് ആവിഷ്കരിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും അതിന് അറിഞ്ഞോ അറിയാതെ ഒരു തുടക്കം കുറിക്കാനൊക്കെ ഡോക്ടറുടെ കൈ വളരെയധികം നമുക്ക് സഹായകരമായിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്കിന്ന് പറയാനുള്ളത്. 11:34 നമ്മൾ 11 മണിക്ക് തുടങ്ങിയതാണ്. അരമണിക്കൂർ 35 മിനിറ്റ് ആയുള്ളൂ. ഏതായാലും ഇന്നത്തെ നമുക്ക് ഈ ഒരു പരിപാടി ഈ ഡോക്ടറുടെ അഭിപ്രായം ഇവിടെ വെച്ച് തീർക്കാം. നമുക്ക് ഈ കഴിഞ്ഞ ഇത്രയും ദിവസം നമ്മൾ വായിച്ചത് ഒരു മനനം ചെയ്യാൻ അതിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി അവരുടെ ഒരു ഇന്റർപ്രിട്ടേഷനും കൂടി നമുക്കൊന്ന് കേൾക്കാം. കുറച്ച് സമയം, നമ്മളുടെ 12:30 വരെയല്ലേ നമ്മളുടെ മീറ്റിംഗ്. എത്ര സമയം എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അതുവരെ ഇന്ന് ആ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി മോഡറേറ്ററെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നു.